ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇതാണ് വന്നിട്ടുള്ളത് ഗർ മൂവീൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ, ആദിക്കൊല റെജിമോൺ നാടാർ എന്ന ചെറുപ്പക്കാരനെ കാണാതായിരിക്കും. മറ്റൊരു ദുരഭിമാന കൊലയോ? സാറേ, അവന്റെ കൂട്ടുകാരനാ. അവന് സിംഹം പിടിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യും. തലയ്ക്ക് വെളിവില്ലാത്ത ആളാട്ടോ. ഒറ്റയ്ക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. നിന്റെ അച്ഛന്റെ മുന്നിൽ വന്ന് നെഞ്ചും പിരിച്ച് ഞാൻ പെണ്ണു വയ്ക്കും. നിന്നെ സിംഹക്കൂട്ടലാണ് പ്രസവിച്ചത്. കട്ട് ചെയ്തോ? മിക്കവാറും നീ സ്റ്റാർട്ടറും ഞാൻ മെയിൻ കോഴ്സും ആവും. മയക്കുവെടി വിദഗ്ധൻ തമ്പി ഹിമഗിരി എത്തുന്നതോടെ രക്ഷാപ്രവർത്തനം വിജയകരമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആൽക്കഹോളിസം ചാനൽ കാണുന്നവർക്ക് തോന്നണം അവരാണ് സിംഹത്തിന്റെ കൂട്ടിലെന്ന്. മനസ്സിലായോ? മനസ്സിലായി. മൂന്നിന്റെ അന്ന് നിന്റെ ശവം കരമനയാറ്റി പോകും. ഈ കസിമെങ്കിലും ഒന്നും ഒരുത്തരും പ്രേമമാണ് വിഷയം. പ്രേമം എന്റെ മക്കൾക്കൊന്നും വരുത്തിയേക്കല്ലേ. ഗർ മൂവിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമ്മൾ റിയാക്ഷൻ ചെയ്തിരുന്നു. അതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇല്ല. ആ പുലി സിംഹത്തെ പിടിക്കാൻ പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കൊഞ്ചൊക്കെ ബോബനാണ് ഇതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു അത്രയ്ക്ക് നമുക്ക് പിടിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, സിംഹത്തെ പിടിക്കാൻ പോകുന്നത് ഒരു വട്ടനായിട്ടുള്ള കൊഞ്ചൊക്കെ ബോബനാണ് എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയുന്നത്, നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട്. അത് ആ സിനിമയിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റിനുള്ള ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നും അത്രയ്ക്ക് പറയാനില്ല. അത് കൊണ്ടാണ്. അപ്പം ജൂൺ 14-ാം തീയതിയാണ് ഇതിൻ്റെ റിലീസിങ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ അത്രയ്ക്ക് പിടിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും മൂവി